അതുപോലെ ഒരു ടൂർ പാക്കേജ് ആയിട്ട് ചെയ്യുന്നത് എൻ്റെ അറിവില് ആരും ഇല്ലല്ലേ? കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് ഈ ടൂർ ചെയ്യുന്നില്ല. അത് അത്രയും ഒരു ധൈര്യത്തിൽ പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാല് നമുക്ക് ആ ടൂറിന്റെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വേറെ ആരും ചെയ്യുന്നില്ല എന്നാണല്ലോ. കേരള ടു കാശ്മീർ ടൂർ പാക്കേജ് ആയിട്ട്, അതായത് ഇപ്പോൾ ടൂർ പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു ഒരാളിനെ സംബന്ധിച്ചിട്ട് അവർക്കെല്ലാം കംഫർട്ടായിരിക്കണം. അതായത് അവരെല്ലാ അക്കോമഡേഷൻസും പ്രോപ്പർ ആയിരിക്കണം, സമയത്തിന് എത്തണം, കറക്റ്റായിട്ടുള്ള ഫുഡ് ലഭിക്കണം, അതേപോലെ തന്നെ എല്ലാ സ്പോട്ടുകളും സമയത്തിന് കാണണം. ഇതൊരു ചലഞ്ചാണ് ശരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൂർ നമ്മളൊരു ദിവസം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെന്നെത്തുന്ന ദിവസം താജ്മഹൽ ക്ലോസ്ഡ് ആണെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യയിൽ പല പ്രധാനപ്പെട്ട ടൂർ സ്പോട്ടുകളും ഓരോ ദിവസം ആഴ്ചയിൽ മുടക്കുണ്ടായിരിക്കും. അപ്പോൾ ഒരു ടൂർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ടൂറായിട്ട് പാക്കേജ് കംഫർട്ടായിട്ട് ഒരാൾക്ക് പോകാൻ, അതായത് ഒരു സിംഗിൾ പേഴ്സണ് പോലും ബുക്ക് ചെയ്ത് നമ്മുടെ കൂടെ ടൂർ വരാൻ പറ്റും. അതും ഒരു പ്രധാന ഘടകമാണ്. കാരണം ടൂറ് ഞങ്ങൾ 5 പേർക്ക് ടൂർ സെറ്റ് ചെയ്യാൻ സുഖമാണ്. പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും സിംഗിളായിട്ട് നമ്മുടെ ടൂറിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതുപോലെ ഒരു ടൂർ പാക്കേജ് ആയിട്ട് ചെയ്യുന്നത് എൻ്റെ അറിവിൽ ആരും ഇല്ലല്ലേ? കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് ഈ ടൂർ ചെയ്യുന്നില്ല. അത് അത്രയും ഒരു ധൈര്യത്തിൽ പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാല് നമുക്ക് ആ ടൂറിന്റെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വേറെ ആരും ചെയ്യുന്നില്ല എന്നാണല്ലോ.